നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ് ക്ലിക്സ്. MSC എൽസാത്രി എന്ന കപ്പൽ കടലിനടിയിൽ മുങ്ങിപ്പോയ ദൗർഭാഗ്യകരമായ സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ഒരു കപ്പലിന് ഇപ്പോൾ തീപിടിച്ച വാർത്തയാണ് നമ്മളെല്ലാവരും ഇപ്പം അറിഞ്ഞിരിക്കുന്നത്. വാൻഹായ് 503 എന്ന സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത കപ്പൽ കൊളംബോയിൽ നിന്നും മുംബൈയിലെ നവശിവ പോർട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് കേരള തീരത്ത് വെച്ചാണ് അതിലെ ഡെക്കിലെ കണ്ടെയ്നറിൽ തീപിടിച്ചത്. ഇപ്പം കണ്ടെയ്നർ ഷിപ്പിൽ പല കാരണം കൊണ്ടും തീ പിടിക്കാം. എന്നാൽ ഇപ്പം കണ്ടെയ്നറിൽ തീ പിടിച്ചത് നമുക്ക് അനുമാനിക്കാവുന്നത് ഡേഞ്ചറസ് ഗുഡ്സ് കയറ്റിക്കൊണ്ട് പോയേക്കുന്ന ഏതെങ്കിലും കണ്ടെയ്നർ പൊട്ടിത്തെറിച്ച് അങ്ങനെ തീ പിടിച്ചതാകാനാണ് ചാൻസ്. ഇപ്പം ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഡേഞ്ചറസ് ഗുഡ്സിനെ 9 കാറ്റഗറി ആയിട്ടാണ്, 9 ക്ലാസ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇപ്പം ക്ലാസ് 1 എന്നുള്ളത് എക്സ്പ്ലോസീവ്സ്, അതുപോലെ ക്ലാസ് 2 വരുമ്പോഴത്തേക്കും ഫ്ലേമബിൾ ഗ്യാസ്, പിന്നെ ക്ലാസ് 3 ഫ്ലേമബിൾ ലിക്വിഡ്സ്, അങ്ങനെ പലതരത്തിലുള്ള കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു കണ്ടെയ്നർ കണ്ടു കഴിഞ്ഞാൽ സാധാരണ നോർമൽ ഒരു കണ്ടെയ്നറാണ്, ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഭീകരനാണ് ഇവൻ. ഇത് നമ്മൾ മെയിനായിട്ട് ഡേഞ്ചറസ് ഗുഡ്സ് ലോഡ് ചെയ്യുമ്പോഴാണ് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് തന്നെ കാണാം തലയോട്ടിയുടെ പടവും എല്ലിൻ്റെ ഒക്കെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. ടോക്സിക് ആണ്, അങ്ങനെ ഫ്ലേമബിൾ ആണ്, കൊറോസീവ് ആണ്, അങ്ങനെ പലതരം അപകടകരമായ ഐറ്റംസ് ആണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്താണ് കപ്പലിലേക്ക് ഈ കണ്ടെയ്നർ വരുന്നത്. അപ്പം നമ്മൾ കപ്പൽ ജീവനക്കാരുടെ, അതായത് ചീഫ് ഓഫീസറിൻ്റെ ജോലി എന്നുള്ളത് ഈ കണ്ടെയ്നർ എവിടെ നമുക്ക് ലോഡ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമുക്ക് തോന്നുന്ന രീതിയിൽ കപ്പലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലോ പുറകിലോ അങ്ങനെയൊന്നും നമുക്ക് ഇങ്ങനത്തെ പല ക്ലാസ്സുകളും ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഏതൊക്കെ ക്ലാസ് ഡേഞ്ചറസ് ഗുഡ്സ് കപ്പലിൻ്റെ ഏതൊക്കെ ഭാഗത്ത് ലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ കപ്പലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ ലോഡ് ചെയ്യാറുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലിൻ്റെ എൻജിൻ റൂം, അതായത് നല്ല ചൂടുള്ള സ്ഥലമാണ് എൻജിൻ റൂം, അതിൻ്റെ തൊട്ടടുത്ത് ഈ പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുള്ള കണ്ടെയ്നറുകൾ ഡേഞ്ചറസ് ഗുഡ്സ് ഒന്നും ലോഡ് ചെയ്യാൻ അനുവദനീയമല്ല. കാരണം അവിടെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ ചില തരത്തിലുള്ള ഡേഞ്ചറസ് ഗുഡ്സ് ഉള്ള കണ്ടെയ്നറുകൾ നമ്മൾ ലിവിങ് ക്വാർട്ടേഴ്സ്, അതായത് താമസ സ്ഥലത്തിനടുത്ത് ജീവനക്കാരൊക്കെ താമസിക്കുന്നതിൻ്റെ അടുത്ത് ലോഡ് ചെയ്യാൻ അനുവാദമില്ല. അങ്ങനെ അതുപോലെ തന്നെ വേറെ ചില കണ്ടെയ്നറുകൾ റീഫർ കണ്ടെയ്നറുമായിട്ട്, അതായത് ഫ്രിഡ്ജ് കണ്ടെയ്നറിൻ്റെ അടുത്ത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തമ്മിൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ചില വ്യത്യസ്ത ഇനം ക്ലാസ്സുകളുള്ള DG കണ്ടെയ്നേഴ്സ്, അതുപോലെ തമ്മിൽ നമുക്ക് നിശ്ചിത അകലം പാലിച്ചിട്ട് വേണം ലോഡ് ചെയ്യാൻ. അപ്പോൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ള ചാൻസസ് വേണമെങ്കിൽ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ഇപ്പം നമ്മൾ ഈ കമ്പ്യൂട്ടറിലൊക്കെ നോക്കി ഏതൊക്കെ കണ്ടെയ്നർ, ഏതൊക്കെ ഡേഞ്ചറസ് ഗുഡ്സ് എവിടെയൊക്കെ ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ലിസ്റ്റ് കപ്പൽ ജീവനക്കാർക്ക് സാധാരണ കൊടുക്കാറുണ്ട് ചീഫ് ഓഫീസർ. ഇപ്പം കപ്പൽ ജീവനക്കാർ, നമ്മൾ ഡ്യൂട്ടി ഓഫീസേഴ്സ് ഈ ഓരോ വരുന്ന കണ്ടെയ്നറുകളും ഡേഞ്ചറസ് ഗുഡ്സും കറക്റ്റായിട്ടാണോ ലോഡ് ചെയ്യുന്നത്, ഈ പറഞ്ഞേക്കുന്ന സ്ഥലത്ത് തന്നെയാണോ ലോഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയും കണ്ടും നിന്ന് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ അവർക്ക് തോന്നുന്ന രീതിയിൽ സ്ഥാനം മാറ്റിയൊക്കെ ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവ തമ്മിൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇപ്പം തെറ്റായ രീതിയിലുള്ള ലോഡിംഗ് ആണോ, എന്നാണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സൊക്കെ ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് നമുക്ക് തരും, മാനിഫെസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഐറ്റം ആണ്, എന്തൊക്കെ അപകടകരമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുള്ളതൊക്കെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനകത്ത് ആ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഡേഞ്ചറസ് ഗുഡ്സ് കയറ്റുന്ന കണ്ടെയ്നറിൻ്റെ പുറത്തുവശത്ത് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാറുണ്ട്. ഏത് ക്ലാസ്സിലുള്ള, ഏത് വിഭാഗത്തിൽപ്പെട്ട ഡേഞ്ചറസ് ഗുഡ്സ് ആണ് ഈ ഒരു കണ്ടെയ്നറിനുള്ളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉള്ള സ്റ്റിക്കേഴ്സ് 4 വശത്തും ഒട്ടിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ഇപ്പോൾ തീ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ അതിനെ അണയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം അതിനെ കറക്റ്റ് സമയത്ത് അണച്ചില്ലെങ്കിൽ ഇപ്പം സംഭവിച്ചേക്കുന്ന പോലെ വലിയൊരു പൊട്ടിത്തെറിയും കപ്പൽ മൊത്തത്തിൽ കത്തുന്ന ഒരു അവസ്ഥയായി വരാറുണ്ട്. എന്നാൽ ഇതൊക്കെ മനുഷ്യൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ അണയ്ക്കാൻ ശ്രമിക്കുമെങ്കിലും പലപ്പോഴും എപ്പോഴും അത് വിജയിക്കണമെന്നില്ല. സാധാരണത്തിൽ ഇങ്ങനത്തെ തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ കപ്പൽ നിർത്തി കൂടുതൽ തീ ആളിപ്പടരുന്നത് ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. ആ കപ്പലിൽ 22 ജീവനക്കാരിൽ 18 പേരെ രക്ഷിക്കാൻ സാധിച്ചെന്നാണ് നമുക്ക് ന്യൂസിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചത്. ബാക്കി 4 പേര് തീ അണയ്ക്കാനുള്ള ശ്രമത്തിൽ എന്തെങ്കിലും അപകടം എന്തെങ്കിലും പറ്റിയോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ കിട്ടുവാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.